ഗുരുവായൂരിനെ കടക്കെണിയിലാക്കിയെന്ന് ആക്ഷേപിച്ച നഗരസഭയ്ക്ക് അവാർഡ് നൽകി പ്രതിപക്ഷം. കൗൺസിൽ യോഗത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ. ഗുരുവായൂരിലെ ജനതയെ കടക്കെണിയിലാക്കിയ LDF ഭരണസമിതിക്ക് ഒരു സംസ്ഥാന അവാർഡ് എന്ന ശീർഷകത്തിലാണ് പ്രതിപക്ഷം പ്രതീകാത്മക അവാർഡ് നൽകിയത്. നഗരസഭ ലേലം ചെയ്ത് നടത്താൻ കൊടുത്ത കെട്ടിടത്തിന് കുടിവെള്ള കണക്ഷൻ കുടിശ്ശിക അടയ്ക്കാത്തതിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നിന്നും ജപ്തിക്ക് മുമ്പുള്ള ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ അവാർഡ് സമർപ്പണം. ഗൌരവമായ വിഷയം കൗൺസിലിന്റെ തുടക്കത്തിൽ ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ ചെയർമാൻ നിഷേധാത്മകമായ സമീപനമാണ് പുലർത്തിയതെന്നാരോപിച്ച് യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ലേലത്തിൽ ഏറ്റെടുത്ത കെട്ടിടത്തിന്റെ വൈദ്യുതിക്കരമായാലും വെള്ളക്കരമായാലും ഏറ്റെടുത്ത വ്യക്തിയാണ് തുക അടയ്ക്കേണ്ടത് എന്ന നിബന്ധന കരാർ കൊടുക്കുമ്പോൾ രേഖാമൂലം ഉറപ്പുവരുത്തിയില്ലെന്നും ഗൌരവമായ വിഷയം ചെയർമാൻ നിസാരവൽക്കരിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് KP ഉദയൻ കുറ്റപ്പെടുത്തി. ഗുരുവായൂർ നഗരസഭ ലേലം ചെയ്ത് നടത്താൻ കൊടുത്ത ഒരു സ്ഥാപനത്തിൽ ഉപയോഗിച്ച വൈദ്യുതിയാണെങ്കിലും വെള്ളക്കരമാണെങ്കിലും അത് ആ ലേലം ഏറ്റെടുത്ത ആ ടെൻഡർ ഏറ്റെടുത്ത ആ വ്യക്തിയാണ് അല്ലെങ്കിൽ ആ സ്ഥാപനമാണ് അത്തരത്തിലുള്ള ബില്ലുകളൊക്കെ തന്നെ അടച്ചു തീർക്കേണ്ടത് എന്ന ഒരു നിബന്ധന കരാർ കൊടുക്കുമ്പോൾ തന്നെ നഗരസഭ ഒപ്പിടിച്ചു വാങ്ങുന്നതാണ്. എന്നാൽ എന്തുകൊണ്ട് അത്തരത്തിൽ നടത്താൻ കൊടുത്ത ഒരു സ്ഥാപനത്തിലെ വെള്ളക്കരവും കറണ്ട് ബില്ലും ഒന്നും ആ വ്യക്തികളോ ആ സ്ഥാപനങ്ങളോ അടച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഗുരുവായൂരിലെ ജനങ്ങളെ മുഴുവൻ കടക്കെണിയിലാക്കിയ നഗരസഭയുടെ ചെയർമാൻ രാജിവെച്ച് ഗുരുവായൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് ഇവിടെ സമരം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചത്. അതിനെ നിഷേധാത്മകമായ രീതിയിലാണ് ചെയർമാൻ അതിനെ കൈകാര്യം ചെയ്തത്. എന്നാൽ നിയമപ്രകാരം കരം അടയ്ക്കേണ്ടത് നഗരസഭയല്ലെന്നും കരാർ ഏറ്റെടുത്ത വ്യക്തി മരണപ്പെട്ട സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ആളുമായി ചർച്ച നടത്തി തുക ഈടാക്കുവാനായി നിയമപരമായ ഇടപെടൽ നടത്തുമെന്നും നഗരസഭാ ചെയർമാൻ K. കൃഷ്ണദാസ് പറഞ്ഞു.